ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി സംഘർഷങ്ങൾക്ക് പഴക്കം എത്രയുണ്ടെന്ന് ചോദിച്ചാൽ സ്വാതന്ത്ര്യാനന്തര കാലത്തോളം എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഇപ്പോഴും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം അത്ര സുദൃഢമൊന്നുമല്ല. POKയിൽ നിന്ന് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നു. അവിടുത്തെ തീവ്രവാദ സംഘടനകളെയൊക്കെ മാറ്റിയിട്ട് ചില പദ്ധതികൾ ഇടുന്നു. നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന് കൊടുത്ത ആഘാതത്തിൽ നിന്ന് ഇനിയും മുക്തരാകാൻ അവർക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ ഏത് നിമിഷവും ഇന്ത്യക്കെതിരെ ഒരു മിന്നലാക്രമണം നടത്തുക എന്നുള്ളത് പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിൻ്റെയും സൈന്യാധിപനായ അസിമുനീറിൻ്റെയും മാത്രമല്ല, ആ രാജ്യത്തെ മതഭീകരതയെ നെഞ്ചേറ്റുന്ന ജനങ്ങളുടെ എല്ലാം ലക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വ്യോമ പ്രതിരോധം ഉൾപ്പെടെ ശക്തിപ്പെടുത്താനായിട്ട് നമ്മൾ തീരുമാനിച്ചു. അങ്ങനെ ഡിഫൻസ് മേഖലയിൽ വമ്പൻ നീക്കങ്ങൾ ഇന്ത്യ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് 114 റഫേൽ യുദ്ധവിമാനങ്ങളാണ് നമ്മൾ മേടിക്കുന്നത്. അതായത് 22 മുതൽ 25 ബില്യൺ ഡോളർ ചെലവഴിക്കുന്നു. എന്ന് പറഞ്ഞാൽ 2,20,717 കോടി രൂപയുടെ പദ്ധതി. ഇപ്പോൾ ചൈനയും പാകിസ്ഥാനുമൊക്കെ ജെഫ് 17 എന്ന് പറയുന്ന യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്കെതിരെയൊക്കെ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനുള്ളൊരു ചുട്ട മറുപടിയാണ് നമ്മുടെ റഫേൽ യുദ്ധവിമാനം. പാകിസ്ഥാനുമായിട്ടുള്ള സംഘർഷ സമയത്ത് ഇവയുടെ പെർഫോമൻസ് നമ്മൾ കൃത്യമായിട്ട് കണ്ടു. മാത്രമല്ല, നമ്മുടെ സ്ക്വാഡ്രണുകളുടെ എണ്ണം കുറവ് വരുന്ന സമയത്ത് ദസോൾട്ട് എന്ന് പറയുന്ന ഫ്രഞ്ച് കമ്പനി നമ്മളുമായിട്ടൊരു കരാറിന് തയ്യാറായി വരുന്നു. ഇത് അടിസ്ഥാനമാക്കി 114 യുദ്ധവിമാനങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിൽ 18 എണ്ണമാണ് ഫ്രാൻസ് നിർമ്മിച്ച് നമുക്ക് നൽകുന്നത്. ബാക്കി 96 എണ്ണവും നിർമ്മിക്കുന്നത് ഇന്ത്യയിലാണ്. അപ്പോൾ 2,20,000 കോടി രൂപ നിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ യുദ്ധവിമാനങ്ങൾ വാങ്ങിക്കുക മാത്രമല്ല, ഇതിൻ്റെ പ്രവർത്തനം, അറ്റകുറ്റപ്പണികൾ, മറ്റ് രാജ്യങ്ങൾക്ക് വിൽക്കുന്ന മേഖലയിലുള്ള ഒരു മുന്നേറ്റം, ഇതിലൊക്കെ കൂടിയാണ് നമ്മൾ പണം നിക്ഷേപിക്കാൻ പോകുന്നത്. അപ്പം റഫേൽ ജെറ്റ് പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നതോടുകൂടി നമ്മൾ ആയുധ വിപണിയിൽ മറ്റൊരു മുന്നേറ്റം കൂടി നടത്തുക എന്ന് പറയാം. അപ്പോൾ ഡെസേർട്ട് ഏവിയേഷൻ്റെ ഈ വാഗ്ദാനത്തെ നമ്മൾ കൈ നീട്ടി സ്വീകരിച്ചു. അങ്ങനെ നാഗ്പൂരിലെ നമ്മുടെ ദസോർ റിലയൻസ് എയ്റോസ്പേസ് ലിമിറ്റഡ്, അതുപോലെ തന്നെ ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ലിമിറ്റഡ്, സഫ്രാൻ M88 എഞ്ചിൻ പ്രാദേശിക അസംബ്ലിംഗ് യൂണിറ്റ്, ഇവയെല്ലാം കൂടി ചേരുമ്പോൾ ഇന്ത്യ വ്യോമ പ്രതിരോധ രംഗത്ത് വലിയൊരു കുതിച്ചുചാട്ടം നടത്തുന്നു. അതായത് നിലവിൽ ഈ യുദ്ധവിമാനങ്ങൾ, അതായത് റഫേൽ യുദ്ധവിമാനങ്ങളായിരിക്കും ഇന്ത്യൻ വ്യോമസേനയുടെ കുന്തമുന. അപ്പം നമ്മുടെ എയർഫോഴ്സ് ഇത്തരം ഒരു ആവശ്യം പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ മുന്നിൽ വെച്ചപ്പോൾ അത് അംഗീകരിക്കുമോ എന്നുള്ള സംശയമാണ്. പക്ഷേ നമ്മുടെ പ്രതിരോധ മേഖലയ്ക്ക്, സൈനിക മേഖലയ്ക്ക് വലിയ ഉണർവ് നൽകിയത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ്. അതുകൊണ്ട് ഇതിനെ പൂർണ്ണമായിട്ടും അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഏതാണ്ട് ഒരു 10 വർഷത്തെ കാലയളവ് എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യക്ക് സൈനിക കാര്യങ്ങളിൽ, വ്യോമസേനയുടെ കാര്യങ്ങളിൽ, നവീകരണത്തിനെല്ലാം കൂടെ $100 ബില്യൺ ചെലവാക്കിയത്. ഇത്രയും ഈ സർക്കാർ അനുവദിച്ച് നൽകിയതാണ്. അതുകൊണ്ട് തന്നെ പതിറ്റാണ്ടുകളുടെ സേവനത്തിന് ശേഷം MiG-21 വിമാനങ്ങൾ, അതായത് USSR നിർമ്മിച്ച് നൽകിയതാണ്. നമ്മുടെ 1965-ലെയും 71-ലെയും പാക് യുദ്ധത്തിൽ, കാർഗിൽ യുദ്ധത്തിലൊക്കെ തന്നെ സേവനം അനുഷ്ഠിച്ച യുദ്ധവിമാനം ഇതിപ്പോൾ വിടവാങ്ങുകയാണ്. 2 സ്ക്വാഡ്രണുകൾ ഒരുമിച്ച് നമ്മൾ പിൻവലിക്കാൻ പോകുന്നു. അതിനു പകരമായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നത് തേജസ് യുദ്ധവിമാനമാണ്. അപ്പോൾ അമേരിക്കയിലെ ജനറൽ ഇലക്ട്രിക്കൽ കമ്പനിയുമായിട്ട് കരാറിൽ ഏർപ്പെട്ട് അവിടെ നിന്ന് എഞ്ചിൻ കൊണ്ടുവന്ന് നമ്മൾ നിർമ്മിക്കുന്ന തേജസ് യുദ്ധവിമാനം ഇപ്പോൾ 2016 എയർഫോഴ്സിലേക്ക് അത് കാലെടുത്ത് വെച്ച് കയറി. ഇപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും തേജസ് യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാൻ പോകുന്നു. അതിൻ്റെ 4th ജനറേഷൻ എന്ന് പറയാവുന്ന MK-1A എന്ന് പറയുന്ന യുദ്ധവിമാനത്തിൻ്റെ നിർമ്മാണത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പം ആഭ്യന്തര ഹാർഡ്വെയറുകളുടെ 70% നമ്മൾ നിർമ്മിക്കുന്നു. അങ്ങനെ പ്രതിരോധ ഇറക്കുമതിക്കാർ, ലോകത്തിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഇറക്കുമതി രാജ്യം അത് ഇന്ത്യയായിരുന്നു. ആ പേര് നമ്മൾ മാറ്റുന്നു. പകരം നമ്മൾ തദ്ദേശീയമായി യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നു. ഇപ്പം തന്നെ നമ്മുടെ തേജസ് യുദ്ധവിമാനത്തിന് ആഗോളതലത്തിൽ വലിയ ഡിമാൻഡുണ്ട്. അതുകൂടാതെ ഈ അഡ്വാൻസ്ഡ് യുദ്ധവിമാനങ്ങൾ, അതായത് MK-1 പോലെയുള്ള യുദ്ധവിമാനങ്ങൾ 4.5 ജനറേഷൻ കൂടി ഇറങ്ങിക്കഴിയുമ്പോൾ ഇന്ത്യ 2ാമത്തെ പ്രതിരോധ സംവിധാനം തീർക്കുകയാണ്. അതായത് ആദ്യഘട്ട വ്യോമസേന അല്ലെങ്കിൽ എയർഫോഴ്സ് എന്ന് പറയുന്നത് റഫേൽ യുദ്ധവിമാനങ്ങളെ അടിസ്ഥാനമാക്കിയാണെങ്കിൽ 2ാം നിര വ്യോമ പ്രതിരോധത്തെ ഒരുക്കുന്നത് തേജസ് യുദ്ധവിമാനങ്ങളാണ്. അപ്പം ഇന്ത്യൻ എയർഫോഴ്സ് പരമ്പരാഗത സംഭരണ പ്രക്രിയയിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ആധുനികമായിട്ട് ഹൈ ലോ മിക്സ് മോഡലിലേക്ക് മാറുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതായത് ഇന്ത്യൻ വ്യോമസേനയുടെ കുന്തമുന തേജസ് എയർക്രാഫ്റ്റിനും അതുപോലെ തന്നെ ഈ പറയുന്ന റഫേൽ യുദ്ധവിമാനങ്ങൾക്കുമായിട്ട് നമ്മൾ വിട്ടു നൽകുകയാണ്. 1970-80കളിലെ തലമുറയിലെ യുദ്ധവിമാനങ്ങളൊക്കെ ഒരുപാട് സേവനങ്ങൾ നമുക്ക് നൽകിയതാണ്. പക്ഷേ 20-25 വർഷങ്ങൾക്കിടയിൽ ഇതാദ്യമായിട്ട് സാങ്കേതിക വിദ്യയിൽ
വലിയ ഒരു കുതിച്ചുചാട്ടത്തിന് നമ്മൾ ഒരുങ്ങുകയാണ്. അങ്ങനെയാണ് ഏറ്റവും അത്യന്താധുനിക സാങ്കേതിക വിദ്യയുള്ള റഫേൽ യുദ്ധവിമാനങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നത്. ഇപ്പോൾ 42 സ്ക്വാഡ്രണുകൾ നമുക്ക് വേണമെന്നാണ് പൊതുവെ കണക്ക് കൂട്ടുന്നത്. കാരണം പാകിസ്ഥാൻ്റെയും ചൈനയുടെയും ഒക്കെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തിയിൽ നിന്ന് ഇന്ത്യക്ക് മേൽ എപ്പോഴും ഭീഷണി ഉണ്ടാകുന്നു. അതിനെ അതിജീവിക്കാൻ വേണ്ട സ്ക്വാഡ്രണുകളാണ് നിലവിൽ നമുക്ക് ഈ 18 വിമാനങ്ങളുള്ള 32 സ്ക്വാഡ്രണുകൾ എന്നൊക്കെയാണ് അനൗദ്യോഗിക വേർഷൻ. എന്തായാലും ഈ MiG-21 2 സ്ക്വാഡ്രണുകൾ പിൻവാങ്ങുന്നതോടുകൂടി പകരം അവിടേക്ക് റഫേൽ യുദ്ധവിമാനങ്ങളെയും തേജസിനെയും കൊണ്ടുവരും. ഇപ്പോൾ 2027-28 കാലയളവിൽ തേജസ് യുദ്ധവിമാനങ്ങളുടെ വിതരണം ആരംഭിക്കുമെന്നും 6 വർഷം കൊണ്ട് അത് പൂർത്തീകരിക്കുമെന്നുമാണ് പറയുന്നത്. നിലവിൽ നമ്മൾക്ക് ഈ റഫേലിൻ്റെ 36 യുദ്ധവിമാനങ്ങളുണ്ട്. അവയും ഈ സ്ക്വാഡ്രണനിൽ ഉൾപ്പെടുത്തും. കൂടാതെയാണ് 114 യുദ്ധവിമാനങ്ങളുടെ കാര്യം പറയുന്നത്. അപ്പോൾ ജെഫ് 17 പോലെയുള്ള യുദ്ധവിമാനങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് മറുപടി നൽകാൻ ഈ റഫേൽ യുദ്ധവിമാനങ്ങൾക്ക് സാധിക്കും. കാരണം പാകിസ്ഥാനുമായിട്ടുള്ള സംഘർഷവേളയിൽ നമ്മളത് തെളിയിച്ചതുമാണ്. ഒപ്പം നമ്മുടെ ആസ്ട്ര, രുദ്രം തുടങ്ങിയ മിസൈലുകളുടെ കുടുംബമുണ്ട്. ഒപ്പം നമ്മൾ റഫേൽ തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ തേജസ് യുദ്ധവിമാനമുണ്ട്. അങ്ങനെ ഒരു ഓൾ ഇന്ത്യ ആയുധ പാക്കേജ് പോലും നമ്മൾ ലോകത്തിന് മുന്നിലേക്ക് വെക്കും. ഇപ്പം തന്നെ തേജസ് MK-1A എന്ന് പറയുന്ന 4.5 ജനറേഷൻ യുദ്ധവിമാനത്തിന് ആഗോളതലത്തിൽ വൻ ഡിമാൻഡാണ്. ഒപ്പം നമ്മളൊരു പാക്കേജായിട്ട് ഇത് നൽകുകയും കൂടി ചെയ്തു കഴിഞ്ഞാലോ. അപ്പോൾ പ്രതിവർഷം 20 യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാനായിട്ട് നമുക്ക് സാധിക്കും. 3 വർഷത്തിനുള്ളിൽ റഫേൽ യുദ്ധവിമാനത്തിൻ്റെ നിർമ്മാണവും നമ്മൾ ഏതാണ്ട് പൂർത്തീകരിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെ 2014 ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി വന്നതിന് ശേഷം സൈനിക കാര്യങ്ങളിൽ, നയതന്ത്ര കാര്യങ്ങളിൽ, പ്രതിരോധ രംഗത്തൊക്കെ ഒരു വലിയ കുതിച്ചുചാട്ടം നമ്മൾ നടത്തി. അപ്പം ഒന്നാമത്തെ ലെയറായിട്ട് എയർഫോഴ്സിൻ്റെ റഫേൽ യുദ്ധവിമാനങ്ങൾ അണിനിരക്കും. രണ്ടാമത്തെ ലെയറായിട്ട് നമ്മുടെ ഈ യുദ്ധവിമാനങ്ങൾ, അതായത് തേജസ് യുദ്ധവിമാനങ്ങളും അണിനിരക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇരട്ട വ്യോമ സേന ഉണ്ടാകും ലോകത്തിന് മുന്നിൽ തെളിയിക്കാൻ വേണ്ടിയിട്ടെന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും 42 സ്ക്വാഡ്രണുകൾ അടങ്ങിയ യുദ്ധവിമാനങ്ങളുടെ ഒരു നിര, അങ്ങനെ ആ നിര വരുന്നതോടുകൂടി ആഗോളതലത്തിലെ മികച്ച വ്യോമസേനയിൽ ഒന്നായിട്ട് ഇന്ത്യ മാറും. ഇത് എത്രയോ കാലത്തെ നമ്മുടെ ഒരു അഭിലാഷമാണ്. അപ്പോൾ ഇന്ത്യൻ പ്രതിരോധ സംഭരണത്തിൽ തന്ത്രപ്രധാനമായ ഒരു മാറ്റം, സാങ്കേതിക രംഗത്തെ ഒരു കുതിച്ചുചാട്ടം, ഇതൊക്കെയാണ് ഇവിടെ അടയാളപ്പെടുത്തുന്നത്. എന്തായാലും റഫേൽ യുദ്ധവിമാനങ്ങളും തേജസ് യുദ്ധവിമാനങ്ങളും അണിനിരക്കുന്നതോടുകൂടി ഇന്ത്യൻ വ്യോമസേന കൂടുതൽ കരുത്താർജിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.